ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ട്രഡീഷണൽ കാന്ത വർക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതിൽ തന്നെ കാന്ത ജോഡും കാന്ത ബി ജോഡും ഉണ്ട്. കാന്ത ജോഡിൽ വരുമ്പോഴത്തേക്കും റണ്ണിങ് സ്റ്റിച്ച് വരുന്നത് ഒരേപോലെയാണ്. അതായത് 3 ലൈനിലും സെയിം ആയിട്ട് പൊസിഷനൊന്നും മാറാതെ വേണം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കാന്ത ജോഡ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ത്രെഡ് എടുത്തിരിക്കുന്നത് 3 ലെയറിലാണ്. ഇതുപോലെ താഴെ നിന്ന് മുകളിലേക്ക് ത്രെഡ് കുത്തിയെടുത്തതിന് ശേഷം റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചെയ്യുന്ന സമയത്ത് ഒരൊറ്റ കാര്യം മാത്രമേ ശ്രദ്ധിച്ചാൽ മതി. 3 ലൈനിലും സെയിം ആയിട്ട് വേണം സ്റ്റിച്ച് വരാൻ വേണ്ടിയിട്ട്. അത്ര മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. റണ്ണിങ് സ്റ്റിച്ചിൻ്റെയൊക്കെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. അപ്പം നമ്മൾ ഈ മുകളിലത്തെ ലൈനിൽ ഈവണായിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ ലൈനിൽ നീഡിൽ നേരെ താത്തി കൊടുത്തതിന് ശേഷം സെൻറ്ററിൽ വരുന്ന ലൈനില്ലേ, ആ ഒരു ലൈനിലേക്ക് കുത്തിയിട്ട് നീഡിൽ ഉയർത്തി കൊടുക്കാം. സെക്കൻഡ് ലൈനിൻ്റെ എൻഡ് ഭാഗത്താണ് നമ്മൾ നീഡിൽ ഉയർത്തിയത്. ഇനി അവിടുന്ന് നേരെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മുകളിലത്തെ ലൈനിൽ ചെയ്തതുപോലെ തന്നെ സെയിം ആയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. സെൻറ്റർ ലൈനിലും നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നീഡിൽ താഴ്ത്തിയതിന് ശേഷം തേർഡ് ലൈനിൽ നീഡിൽ ഉയർത്തി കൊടുക്കാം. ഓരോ ലൈനിലും നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം താഴെ നോട്ടിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെയ്തെടുത്താൽ മതിയാവും. അങ്ങനെ കാന്ത ജോഡ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്ര മാത്രമേ കാന്ത ജോഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. 3 ലൈൻസിലും വരുന്ന റണ്ണിങ് സ്റ്റിച്ച് സെയിം ആയിട്ട് തന്നെ ചെയ്തെടുക്കണം. ഇനി നമുക്ക് കാന്ത ബി ജോഡ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. കാന്ത ബി ജോഡിൽ ഒരൊറ്റ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഇതിൻ്റെ സെൻട്രലായിട്ടാണ് റണ്ണിങ് സ്റ്റിച്ച് വരുന്നത്. എന്നാൽ നമ്മൾ കാന്ത ജോഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരുന്നു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്റ്റിച്ചുകളും സെയിം ആയിട്ടാണ് വന്നിരുന്നത്. കാന്ത ജോഡ് ചെയ്ത സെയിം മെത്തേഡിൽ തന്നെയാണ് കാന്ത ബി ജോഡും ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 3 ലെയറിൽ തന്നെ വേണം കേട്ടോ ത്രെഡ് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നീളം കൂടി നീഡിൽ വേണം സെലക്ട് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലൈനിലെ റണ്ണിങ് സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നീഡിൽ നേരെ താഴ്ത്തിയതിന് ശേഷം സെൻട്രലായിട്ട് വരുന്ന ലൈനിൽ ഉയർത്തി കൊടുക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ലൈനിൽ റണ്ണിങ് സ്റ്റിച്ച് തന്നെ ചെയ്ത് കൊടുക്കാം. മുകളിലത്തെ സ്റ്റിച്ചുകളുടെ സെൻട്രലായിട്ട് വേണം താഴത്തെ സ്റ്റിച്ച് വരാൻ വേണ്ടിയിട്ട്. ഇനി സെൻറ്റർ ലൈനിൽ നിന്ന് നേരെ ലാസ്റ്റത്തെ ലൈനിലേക്ക് നീഡിൽ കുത്തിയെടുത്തതിന് ശേഷം റണ്ണിങ് സ്റ്റിച്ച് തന്നെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ കാന്ത ബി ജോഡും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റിച്ചിൽ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. താങ്ക് യു.